ജൂൺ 17-ാം തീയതിയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടം. അൾജീരിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. വീറും വാശി നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അൾജീരിയയാകട്ടെ നിലവിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന 4 മത്സരങ്ങളിൽ 3 വിജയം, അതും വമ്പന്മാരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വിജയം. നിലവിലെ ലോക ചാമ്പ്യന്മാരെ പിടിച്ചുകെട്ടാൻ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. നിലവിൽ അർജന്റീനയ്ക്കെതിരെ എങ്ങനെ കളിക്കണമെന്ന കൃത്യ പ്ലാൻ തയ്യാറാക്കിയെന്ന് അൾജീരിയൻ കോച്ച് വരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിന് ഇരു ടീമുകൾക്കും കുറച്ച് തിരിച്ചടിയാകുന്ന വാർത്തയാണ് ഫിഫയിൽ നിന്നുണ്ടായത്. അതായത് റഫറിയുടെ കാര്യം തന്നെയാണ്. കാർഡുകളുടെ പെരുമഴ പെയ്യിക്കുന്ന പോളിഷ്കാരനാണ് ഈ മത്സരത്തിലെ റഫറിയായി ഫിഫ നിയോഗിക്കപ്പെട്ടത്. പോളണ്ടുകാരനായ ഷിമൺ മർസിനിയാക്കിനെ അങ്ങനെ ആരും മറക്കാനിടയില്ല. വേൾഡ് കപ്പിലെ അർജന്റീന ഫ്രാൻസ് വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ ഇദ്ദേഹമായിരുന്നു ആ ഫൈനൽ മത്സരം നിയന്ത്രിച്ചിരുന്നത്. അന്ന് 8 യെല്ലോ കാർഡുകളാണ് അദ്ദേഹം പുറത്തെടുത്തത്. 5 അർജന്റീൻ താരങ്ങൾക്കും 3 ഫ്രാൻസ് താരങ്ങൾക്കുമായിരുന്നു അദ്ദേഹം യെല്ലോ കാർഡ് നൽകിയത്. കാർഡുകൾ പുറത്തെടുക്കാൻ ഒരു മടിയുമില്ലാത്ത റഫറിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അൾജീരിയ അർജന്റീന പോരാട്ടത്തിൽ ഇരു ടീമുകളും സൂക്ഷിച്ചേ തീരൂ. ആദ്യ മത്സരമാണ്. കാർഡുകൾ കണ്ടാൽ പിന്നീടുള്ള നിർണായക പല മത്സരങ്ങളും താരങ്ങൾക്ക് നഷ്ടമാകും. കാർഡ് അർഹിക്കാത്ത പല ഫൗളുകൾക്കും മർസിനിയാക്ക് യെല്ലോ കാർഡുകൾ വീശാറുണ്ട്. ഇതേറെ തിരിച്ചടിയാവുക അർജന്റീനക്കായിരിക്കും. അർജന്റീൻ താരങ്ങളുടെ പല അഗ്രസീവ് ഗെയിമുകളിലും വാർണിംഗ് പോലും നൽകാതെ ഇദ്ദേഹം യെല്ലോ കാർഡ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ലിസാൻഡ്രോ മാർട്ടിനസ്, പിന്നെ സ്കലോണി കണ്ടെത്തിയ പുതിയ ആയുധമായ വാലന്റൈൻ ബാർക്കോ, ക്രിസ്റ്റ്യാനോ റൊമീറോ എന്നിവരെല്ലാം അഗ്രസീവ് കളി കളിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്കലോണിയുടെ പുതിയ ആയുധമായ വാലന്റൈൻ ബാർക്കോ 21-കാരൻ മധ്യനിരയിലെ അഗ്രസീവ് പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എതിരാളികൾക്ക് ഒട്ടും സ്പേസ് അനുവദിക്കാതിരിക്കുക. സ്കലോണി കഴിഞ്ഞ 2 ഫ്രണ്ട്ലി മത്സരത്തിലും ഇദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ കളത്തിലിറങ്ങിയിരുന്നു. 2 മത്സരത്തിലും താരം യെല്ലോ കാർഡ് കാണുകയും ചെയ്തു. അതുകൊണ്ട് വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഡിസിപ്ലിനോടെ കളിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള ഓരോ മത്സരവും സസ്പെൻഷൻ ഭീഷണിയില്ലാതെ കളിക്കാനാവൂ. ഏതായാലും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് ജൂൺ 17-ാം തീയതി നടക്കുന്ന പോരാട്ടത്തിനൊരുങ്ങുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.